പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്നിപ്പോ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ഭാഷാ ക്ലാസ്സുമായിട്ടാണ്. ആ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ ക്ലാസ് നമ്മളെ എല്ലാവിധ മനസ്സിലെ അഴുക്കുകളിൽ നിന്നും ശുദ്ധീകരിച്ച് ഒരു മനുഷ്യനാക്കി മാറ്റി മാനവിക സമൂഹത്തിന് എന്തെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ ആണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരമാവധി ആളുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തിക്കാനും ഈ ചാനലിൻ്റെ ഭാഗമാക്കി അവരെ മാറ്റാനും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ സഹോദരങ്ങളെ മുമ്പിൽ വെക്കാനുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഭാഷാ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും മനസ്സിലാക്കിയെടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കേൾക്കണമെന്നേ ഉള്ളൂ. ഇതൊരു ഭയങ്കര ദുർഘടമായ പ്രയാസകരമായ ഒരു കാര്യമൊന്നല്ലത്. ഈ റെയിലുമെന്ന് കയറി കിട്ടിയാൽ മതി, അപ്പൊ കാര്യങ്ങൾ പിന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ തുടങ്ങും. ഇത് ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴത്തിന് തന്നെ ആളുകൾ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടുപോയാൽ പിന്നെ അവർക്കൊന്നും മനസ്സിലാവൂല. അപ്പോ അതാണ് ഈ ഭാഷ ക്ലാസ് എന്നുള്ള നിലക്ക് നമ്മളിത് വിശദീകരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഒരു 2-3 പ്രാവശ്യം ആവർത്തിയെങ്കിലും ഇത് കേൾക്കാൻ ശ്രമിക്കണമെന്നാണ് പിന്നെ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ള മറ്റൊരു കാര്യം. ഇനി ഞാൻ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഭാഷ എന്ന് പറയുമ്പോൾ ഇത് ലുഗത്തല്ല, ലിസാനാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ലുഗത്ത്, എന്താണ് ലിസാന്? ഖുർആൻ പറയുന്നുണ്ട്, വഖാലല്ലദീന കഫറൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഈ ഖുർആനിനെ കേൾക്കരുത് എന്ന് കഫറിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറില്ലാത്ത ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വൽഗൗ ഫീഹി, നിങ്ങൾ അതിനെ ലുഗത്താക്കുക എന്നുള്ളതാണ്, കളിയാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. എന്നാൽ ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് ഖുർആൻ ഒരു വചനത്തിൽ പറയുന്നത്. അപ്പോ നമ്മൾ ഇതിന്റെ ലിസാനിനെ ലുഗത്താക്കി എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഒരു മഹത്തായ അപകടം. കാരണം ഇത് ലുഗത്താക്കുകയും ഇതിന് നിയമ സംഹിതകൾ, കുറെ ഖവാഇദുകൾ വെക്കുകയും ചെയ്തു. അതായത് ഖവാഇദ എന്ന് പറഞ്ഞ അറബി വാക്ക, ഒരുപാട് നിയമ സംഹിതകൾ ഇതിന് വെച്ചു. അതാണ് ഇതിന് ചെയ്ത ഒരു പ്രശ്നം. ഖുർആന് അറബിയാണ്, മുബീനാണ് എന്നുള്ളത് പറഞ്ഞു. ലിസാനുൻ അറബിയുൻ മുബീൻ എന്നാണ് പറയുന്നത്. അത് ലിസാനാണ്, അറബിയാണ്, മുബീനാണ്. അറബ് എന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ്സിൽ വ്യക്തമായി വിശദീകരിച്ചതാണ്. അറബ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായത്, വ്യക്തമായത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അറബി ഭാഷ എന്നുള്ള അർത്ഥത്തിനല്ല അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സ്പഷ്ടമായി, വ്യക്തമായി നമ്മളിലേക്ക് ആ ആശയം മുബീൻ, അതില് സത്യമേത് സസത്യമേത് എന്ന് വേർതിരിച്ച് സ്പഷ്ടമാക്കി ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനുള്ള നാം ഉപയോഗിക്കുന്ന മീഡിയയാണ് നമ്മുടെ ലിസാൻ അറബിയും മുബീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറബ് എന്ന വാക്ക് തന്നെ ഐന് റബ്ബ്. ഐന് എന്ന് പറഞ്ഞാൽ മുആയനത്താണ്, റബ്ബ് നമുക്കറിയാം നമ്മുടെ ഉള്ളില്. ഈ അറബ് ഇത് ഞാൻ എവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറബ് എന്നുള്ള വാക്കിലാണ് പിന്നെ അതിനോടാണ് അറാബ് ചേരുന്നത്. അപ്പോ ആ റബ്ബ് എന്ന വാക്കിന്റെ ഇടയിൽ ഒരു അലിഫ് വന്നു.
എന്ന് പറഞ്ഞാൽ അതിനെ ഒരു തഹീദ് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റാവും ബാവും അടുത്ത് വരുന്നില്ല എന്നർത്ഥം. അതിന്റെ ഇടയിൽ അതാണ് അറബ്. അല്ലാതെ നമ്മളിപ്പോ അറബ് എന്ന് പറഞ്ഞാൽ കാട്ടറബികൾ എന്നോ അനറബികൾ എന്നൊക്കെ അതിന് പറയലുള്ളത്. അവർക്ക് എങ്ങനെ അശദ് കുഫ്റൻ വ നിഫാക്കൻ എന്ന് പറയുന്നത് ഏറ്റവും കുഫറും നിഫാക്കും കഠിനമായിട്ടുള്ളത് അവർക്കാണ് എന്ന് എങ്ങനെ നമ്മൾ പറയാം? ഒരു പ്രത്യേക വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കാണ് കുഫറും നിഫാക്കും കൂടുതലെന്ന് എങ്ങനെ നമ്മൾ ഏറ്റവും ശക്തമായ സ്പഷ്ടമായ കുഫറിലേക്കും നിഫാക്കിലേക്കും പോകുന്നത് അവരാണെന്ന് പറയാം? അവിടെ അതല്ല. റബ്ബിന്റെ മുആയനത്തിലേക്ക് വരാതിരിക്കുന്ന, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളാണ് എന്നാണ് അതിന്റെ അർത്ഥം. കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പറയാ ഒരു ജില്ലക്കാർക്ക് മാത്രമാണ് ഈമാനും ഇസ്ലാമും കൂടുതലായിട്ടുള്ളൂ എന്ന് നമ്മൾ അവകാശപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ചില ആളുകൾക്ക് തോന്നാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് മാത്രമേ ഈമാനും ഇസ്ലാമും ഒക്കെ കൂടുതലുള്ളൂ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ആവുമ്പോൾ അത് മറ്റു പ്രദേശത്തുകാരെ ഒരു അവഗണിക്കലാണത്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അല്ല അറാബു എന്ന് പറയുന്നത് അറബല്ല എന്നർത്ഥം. അതാണ് അള്ളാഹുവിന്റെ അല്ല റബ്ബിന്റെ മുആയനത്ത്, സഹായത്തിൽ നിന്ന്, ജ്ഞാനത്തിന്റെ സഹായത്തിൽ നിന്ന് അവര് തൽക്കാലം തെറ്റിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുന്ന വേളയിലാണ് അവർക്ക് നിഫാക്കും കുഫറും കൂടുതലായിട്ടുണ്ടാകുക. സ്പഷ്ടമായി വ്യക്തമായി അവരിൽ നിന്ന് കുഫറും നിഫാക്കും ഉണ്ടാകുക എന്നാണ് അർത്ഥം. അപ്പോൾ അറബ് ഞാൻ കുറച്ച് വിശദമായി വിശദീകരിക്കുകയാണത്. അപ്പോൾ ഇത് മുമ്പ് ഞാനൊരു സൂചന എവിടെയോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അറബ്. അപ്പൊ ഈ അറബിലാണ് റബ്ബിന്റെ മുആയനത്തിലേക്ക് നമ്മൾ, അതായത് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ റബ്ബ് കൃത്യമായി വ്യക്തമാക്കി തരുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണത് അറബാകണത് എന്നർത്ഥം. അല്ലാതെ അജമി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത ആളുകൾ, അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണരായ അറബികൾ എന്നൊക്കെ പറഞ്ഞ് ഗ്രാമീണരെയും പിന്നെ പട്ടണക്കാരെയൊക്കെ വേർതിരിക്കുന്ന രീതിയിലുള്ള ഈ വിശദീകരണമൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് അത്. അപ്പോ ഇതിന് ഈ മുസ്ഹഫിലെ ഓരോ വചനങ്ങൾക്കും ഓരോ കലിമത്തുകൾക്കും നമ്മൾ കവായിദുകൾ വെച്ചു. സത്യത്തിൽ ഈ കവായിദുകൾ എന്താ ചെയ്തത് എന്ന് പറഞ്ഞാല് നമ്മളെ അഖാദ ഇരുത്തി കളഞ്ഞു. അതായത് നമ്മളെ ചിന്തയെ കുഴൂതാക്കി. രണ്ട് നിലക്ക് നമ്മൾ കുഴൂതുണ്ട്. ഒന്ന് ലഅഖുദന്ന സിറാത്തക്കൽ മുസ്തഖീം എന്ന് പറയുന്നുണ്ട്. നിന്റെ സിറാത്ത് മുസ്തഖീമിൽ ഞാൻ ഇരിക്കന്നെ ചെയ്യും എന്ന് നമ്മിലെ പൈശാചികത തീരുമാനിക്കണം. മറ്റൊന്ന് ഇന്നാ നഖുദു മഖാഇദ ലിസ്സംഇ എന്ന് പറയുന്നത് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും ചിന്തിക്കാനുമുള്ള നമ്മുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കലല്ല, ചിന്താപരമായ ഇരുത്താണ് അത് എന്നർത്ഥം. അതാണ് ദുൽഖഅദ് എന്ന് നമ്മൾ പറയുന്ന മാസത്തിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ ഓരോ മാസവും പിന്നെ വിശദീകരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഹറം വിശദീകരിച്ചിട്ടുണ്ട്, അതിൽ റമദാൻ വിശദീകരിച്ചു, ദുൽഹജ്ജ് വിശദീകരിച്ചു. ഇപ്പൊ ദുൽഖഅദ എന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മള് അന്നാ നഖുദു മഖാഇദ ലിസ്സംഇ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സംഇന് വേണ്ടി നമ്മൾ ഇരിക്കാം. അതായത് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വളരെ കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന വേളയാണ് നമ്മുടെ ദുൽഖഅദ് എന്ന് പറയുന്നത്. ആ ദുൽഖഅദ് കഴിഞ്ഞാലാണ് ദുൽഹജ്ജിലേക്ക് എത്തുക. ഷഅബാൻ കഴിഞ്ഞിട്ടാണ് റമദാനിലേക്ക് എത്തുക എന്നാണ്. ഷുഐബ് നബിയൊക്കെ അതൊക്കെ പിന്നെ വിശദീകരിക്കാം. അപ്പൊ വിഷയത്തിൽ നിന്ന് പോകുള്ളൂ. അപ്പൊ കവായിദുകൾ വെച്ചിട്ട് നമ്മെ അഖാദത്ത് നമ്മളെ ഇരുത്തി കളഞ്ഞു എന്നർത്ഥം. അത് പഠനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും ഒഴിവാക്കുന്ന ഖുഊദാണെന്നർത്ഥം. രണ്ട് നിലക്കുള്ള ഖുഊദ് ഉണ്ട് എന്നർത്ഥം. പിശാച് പറഞ്ഞതിന് അന്നാ നഖുദു എന്ന് പറഞ്ഞല്ലോ, ഖഅദു ഖിലാഫ റസൂലില്ലാഹി എന്ന് പറഞ്ഞല്ലോ. ഇത് ആ റസൂലിന്റെ പിറകില്
പിന്നോട്ട് പോയി. റസൂലിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ നിന്നില്ല എന്നർത്ഥം. അവര് നമ്മളവിടെ വിശദീകരിക്കണത് ഒരു യുദ്ധത്തിന് വരാൻ തയ്യാറാകാതെ വീട്ടിലിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ സബബുൻ നുസൂൽ പറയുന്നത്. അത് വേറെ, അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോ ഈ ഖുഊദാണ് നമുക്ക് കവായതുകൾ ഉണ്ടാക്കി അവർ ചെയ്തു തന്നത്. അഖ്അദത്ത് ആണ് നമ്മൾ ചെയ്തത് എന്നർത്ഥം. അതാണ് അഖ്അദത്ത് എന്ന് പറയുന്നത്. അതാണ് അഖ്അദത്ത്, നമ്മളെ ഇരുത്തി ചലനാത്മകമായ ഒരു ഭാഷയെ മുത്തഹരിക്കായ, അതായത് നമ്മെ ചലനാത്മകമായ ചിന്താപരവും ബുദ്ധിപരവും ചലനാത്മകവും നമ്മളിൽ ചിന്താപരമായ ബുദ്ധിപരമായ ചലനമുണ്ടാക്കി തീർക്കുന്ന ഒരു അറബ് എന്ന ലിസാനുൻ അറബിയിനെ എന്ത് ചെയ്തു? ഇതിന് കവായതുകൾ വെച്ച് നമ്മുടെ ചിന്താപരമായ ബുദ്ധിപരമായ ചലനാത്മകമായ ആ പ്രവണതയെ ഇല്ലാതാക്കി കളഞ്ഞു. അതാണ് കവായതുകൾ വെച്ചിട്ട് ചെയ്തത്. നമ്മൾ അതിന് നഹ്വ് സർഫ് എന്നൊക്കെ പറഞ്ഞു അതിന് പേരിട്ടു. ഇപ്പൊ ഞാനൊക്കെ നഹ്വ് 6 വാള്യം പഠിച്ചതാണ്, ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇബ്തിദായിയുടെ 3 വാള്യവും സാനവിയ എന്ന് പറയുന്ന എൻ്റെ 3 വാള്യവും, അങ്ങനെ 6 വാള്യം പഠിക്കാനുണ്ട്. നഹ്വ് എന്നാണ്. നഹ്വ് എന്ന് പറയുന്നത് നമ്മെ ശരിയായ പാതയിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരിക എന്നാണ് അതിന്റെ അർത്ഥം. ഭാഷാപരമായിട്ട് ആ വാക്കിനർത്ഥം അതാണ്. നഹ്വ് നേർവഴി കാണിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് വയറു മുനഹിയായി, വയറു മുത്തവജ്ജിഹായി തീർന്നു എന്നുള്ളതാണ് സത്യം. നഹ്വ് പേരൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സർഫ് എന്നാണ് മറ്റൊന്നിന്. അത് സർഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് കേൾക്കാത്ത ആളുകൾക്ക് അറിയില്ല. ഇപ്പൊ ഭാഷാ നിയമങ്ങൾ വിശദീകരിക്കുന്ന ഇബ്തിദായിയ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന 3 പുസ്തകങ്ങളും 3 വാള്യങ്ങളും, അതിന്റെ സെക്കൻഡറി തലം അതാണ് സാനവിയ എന്ന് പറയുന്നത്. എന്താ ഈ മാഷ് സാനവിയ 6 വാള്യം എന്ന് പറഞ്ഞു പോയി, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്കൻഡറി തലം വിശദീകരിക്കുന്ന 3 പുസ്തകങ്ങളും, അങ്ങനെ 6 പുസ്തകങ്ങളാണ് അതുള്ളത്. പിന്നെ സറഫ് എന്ന് പറയുന്നത് ദർസിലൊക്കെയാണ് കൂടുതലും പഠിപ്പിക്കാറുള്ളത്, പള്ളി ദർസുകളിൽ. അത് ഫഅലു എന്ന് തുടങ്ങിയിട്ടാണ്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. നമുക്ക് അവരോടൊക്കെ അതിയായ ബഹുമാനാണ് തോന്നുന്നത്. കാരണം അത്ര സൂക്ഷ്മമായിട്ടാണ് അതൊക്കെ പഠിപ്പിച്ചു തന്നത്. എന്ന് പറഞ്ഞാൽ ഉറക്കിൽ ഞങ്ങൾ രാത്രി ഇരുന്നത് പഠിക്കുക തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഭയങ്കരമായ അടിയായിരുന്നു. അതൊന്നും ഇപ്പൊ അത് പിന്നെ അദ്ദേഹത്തോടുള്ള ദേഷ്യമായിട്ടല്ല പറയണത്. കാരണം ഏതെങ്കിലും ഒരു പിന്നെ ലറബ എന്ന ഫേലിന്റെ ജമ്മ് മുദക്കർ വായിബ് എന്ന് പറയുമ്പോഴത്തേന് ആ പദം ഏതാന്നാണ് പറഞ്ഞു കൊടുക്കണം. ആലോചിക്കാൻ പോലും സമയമല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ലറബ എന്ന ക്രിയയുടെ ജംഅ് ബഹുവചനം, മുദക്കർ പുല്ലിംഗം, വായിബ് അദൃശ്യം, അത് ഏതാണ്, അത് എങ്ങനെയാണ് വരിക എന്ന് ചോദിക്കുമ്പോഴത്തേന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഇതാണ് സർഫ്. പക്ഷെ നമ്മൾ ഇതിന് സർഫ്, നഹ്വും സർഫും വെച്ചപ്പോ നമ്മുടെ വീക്ഷണങ്ങളെയും ചിന്തകളെയും മറ്റു പല സ്ഥലങ്ങളിലേക്കും സർഫ് ചെയ്തു, തിരിച്ചു കളഞ്ഞു. അത് ആ വാക്ക് തന്നെ എങ്ങനെയാണ് അതിനെ യോജിപ്പിച്ചു കൊടുത്തുകണെന്ന് എനിക്കറിയില്ല. എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയാലോ, തസ്രീഫ്. റബ്ബന സിരിഫ് അന്ന എന്നൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ. അതാണ് സ്വറഫ്, സ്വാദ് റാഹു ഫാ. നമ്മുടെ അല്ലാറുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വീക്ഷണങ്ങളെ ഖുർആനിന്റെ വിശാലമായ വീക്ഷണങ്ങളിലേക്ക് നമ്മെ നയിക്കേണ്ടതിന് പകരം മറ്റു പലതിലേക്കും നമ്മെ സർഫ് ചെയ്ത് തിരിച്ചു കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കവായതുകൾ ഈ അതാണല്ലോ ഞാൻ ലുഗത്താക്കുകയും ഇതിനെ ഭാഷ, ലാംഗ്വേജ് ആക്കുകയും ഇതിന് ഒരുപാട് കവായതുകൾ, നിയമസംഹിതകൾ ഇതിനുണ്ടാക്കി തീർക്കുകയും വിശാലമായ ഇതിന്റെ ആശയത്തെ, അതിന്റെ തവസ്സുർ, അതിന്റെ അതാണ് തവസ്സുർ. വസിയ എന്ന് പറഞ്ഞ വിശാലതയെ എന്ത് ചെയ്തു? അകലക്ക, അതിന് ലോക്കിട്ടു. അതിന്റെ ഔക്കഫ തവസ്സുർ, അതിന്റെ വിശാലതയെ ഇല്ലാതാക്കി തീർത്തു.
നിർത്തിക്കളഞ്ഞു. എന്ത് കാരണമായിട്ട്? ഇതിനെ കുറച്ച് ഒരുപാട് കവായതുകൾ നമ്മൾ ഈ നഹ്വിൽ അങ്ങനെ കായിദ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്, നിയമം എന്ന് പറഞ്ഞിട്ട്. ഇത് പഠിപ്പിക്കുക മുഖേന ഇങ്ങനെ ഖുർആനിന് ഒരുപാട് നിയമസംഹിതകള്, ഭാഷാ നിയമസംഹിതകൾ വെക്കുക മുഖേന ഇതിന്റെ വിശാലമായ അർത്ഥതലത്തെ സങ്കുചിതമാക്കി കളയാണ് ചെയ്തത് എന്നർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കണം. തെൻവീന് വെച്ചു. തെൻവീൻ എന്ന് പറഞ്ഞാൽ അലീമുൻ, അലീമൻ, അലീമിൻ എന്നൊക്കെ പറയുമ്പോ ഈ തെൻവീന് വെച്ചപ്പോ നൂനിന്റെ വിശാലമായ ആ അർത്ഥതലത്തെ തകർത്ത് കളയാണ് ചെയ്തത്. തെൻവീന് കാരണം അതാണ് ചെയ്തത്. അതൊക്കെ ഞാൻ ഇനി ഇത് ഞാൻ ഒരു ബേസ് ഇടുകയാണ് ചെയ്യുന്നത്. വിശാലമായ ഒരു ക്ലാസ് ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ബേസ് ഇടുകയാണ് ഞാനും ചെയ്യുന്നത്. എന്താണ് ഈ തെൻവീനിലൂടെ അതിന്റെ വിശാലമായ അർത്ഥതലത്തെ പിന്നെ സങ്കുചിതമാക്കുകയും നൂനിന്റെ വിശാലതയെ തകർക്കുകയും ചെയ്തത് എങ്ങനെ എന്നുള്ള വിശദീകരണങ്ങളിലൊക്കെ തുടർന്ന് ഇതുപോലെ ഇടയ്ക്ക് ഓരോ ഭാഷാ ക്ലാസ് വിശദീകരിക്കുമ്പോൾ ഞാൻ വിശദീകരിക്കും. അതുപോലെ തന്നെ ഹംസകള്, ഹംസ, അലിഫ്. ഹംസ എന്ന് പറഞ്ഞാൽ അറിയോ? അതാണ് ഇത് കുറച്ച് ടഫാണെന്ന് പറയുന്നത്. ഹംസ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഒരു വെറുതെ ഇങ്ങനെ ഇടുന്ന ഒരു ഇതാണ് ഹംസ എന്നുള്ള പറയുന്നത്. നമ്മള് 28 അക്ഷരങ്ങളില് ഈ ഹംസ എന്ന് പറയുന്ന അക്ഷരം ഇല്ല. പക്ഷെ അത് അലിഫിന്റെ മുകളിലിടും, വാവിന്റെ മുകളിൽ ഒരു ഈ ഹംസ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നതാണത്. അതായത് ഐൻ എഴുതുന്നതിന്റെ ആദ്യ ഭാഗം എന്ന് മാത്രം, രണ്ടാമത്തെ ഭാഗമല്ല. അപ്പോ ആ ഹംസ ചിലപ്പോ അലിഫ് ഇട്ടിട്ട് അതിന്റെ മുകളിലായിരിക്കും, ചിലപ്പോ ഒന്നുമില്ലാതെ ഒറ്റക്ക് എഴുതും, ചിലപ്പോ വാവിന്റെ മുകളിൽ ഹംസ ഇടും, ചിലപ്പോ യാ എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഈ ഹംസ ഇടും. അത് ഒക്കെ അതിനൊക്കെ പ്രത്യേകമായ ആശയങ്ങളാണ് അവിടെ പ്രതിപാദിക്കുന്നത്. വിശാലമായ അർത്ഥതലങ്ങളിലേക്കാണ് അവ പോകുന്നത്. പക്ഷെ അതിന് നിയമസംഹിത വെക്കുക മുഖേന എന്ത് ചെയ്തു? വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുന്ന ആ വൈലുല്ലിക്കുല്ലി ഹുമസ, ഹമസക്ക് പിന്നെ ഹമസാത്ത് ഷയാത്തീൻ ഉണ്ടല്ലോ, അവിടേക്ക് ആ ഒരു അർത്ഥതലത്തിലേക്ക് ഇതിനെ എത്തിച്ചു എന്നർത്ഥം. ഹംസക്ക് വൈലുല്ലിക്കുല്ലി ഹുമസത്തിൻ എന്ന് പറയുന്ന ഹുമസക്കാർക്ക് നാശമാണ് എന്നിപ്പോ പറയുന്നുണ്ടല്ലോ. വൈലെന്ന നരകം എന്നാണ് ഇപ്പൊ വൈലിന് പറയുന്നത്. അത് നമ്മൾ എന്താണ് അതിന്റെ വൈലെന്ന് പറഞ്ഞാൽ വൈലെന്ന നരകമാണോ എന്നുള്ളത് പിന്നെ വിശദീകരിക്കാം. അപ്പോ വൈലുല്ലിക്കുല്ലി ഹുമസ, ഹമസാത്തു ഷയാത്തീൻ എന്നൊക്കെ പറയുന്ന ആ തലത്തിലേക്ക് ഈ ഹംസയെ എത്തിച്ചു എന്നർത്ഥം. നിങ്ങൾ 1-2 പ്രാവശ്യം കേൾക്കണം എന്താണ് മാഷ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് ഹമസക്ക് ഒരുപാട് നിയമ കവായതുകൾ ഇവരുണ്ടാക്കി തന്നു. അത് ആ ഹമസക്ക് ഒരുപാട്, ഹംസ എന്ന ആ അക്ഷരം 28 അക്ഷരത്തിന്റെ ഇടയിൽ അത് ഇല്ലെങ്കിലും ആ ഹംസ എന്ന ആ അക്ഷരത്തിന് എന്ത് ചെയ്തു? ഒരുപാട് കവായതുകൾ ഉണ്ടാക്കി. ആ കവായതുകൾ എന്തൊക്കെയെന്ന് നാം വിശദമായി വിശദീകരിക്കേണ്ട കാര്യമാണത്. ആ ആയത്തുകൾ വരുമ്പോ ഞാൻ വിശദീകരിക്കാം. ഇപ്പൊ ഈ തത്വം ഒന്ന് ഉറപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, ഒരു തറയിടുകയാണ് ആ വിഷയത്തിൽ. അത് ഇട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇതിന്റെ ഖുർആനിന്റെ വിശാലമായ ഈ ഹംസ വരുന്ന ഇടങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്ന അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ട ഒരു തലമാണത്. ഇപ്പൊ ഉദാഹരണമായിട്ട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണെങ്കിൽ, ഹംസ കഴിഞ്ഞ് അലിഫ് ഇട്ടിട്ട് മീമ് ആമനു എന്ന് എഴുതും, ഒരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ വാവ് ഇട്ടിട്ട് അല്ലെങ്കിൽ അലിഫ് ഇട്ടിട്ട് അല്ലെങ്കിൽ യാ ഇട്ടിട്ട് ഒക്കെ അതിന്റെ മുകളിൽ ഹംസ ഇടും. ഇതിന് ഞങ്ങൾ അതിന് പറയുന്നത് കുർസി എന്നാണ്. ആ ഹംസക്ക് ഇരിക്കാനുള്ള കസേര എന്നാണ്. എന്നിട്ട് അതിന് ഒരുപാട് നിയമ സംഹിതകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാനതാണ് ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, കുറച്ച് ടഫാണ് എൻ്റെ സഹോദരങ്ങൾക്ക് എന്ന് പറയുന്നത്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേൾക്കണം എന്ന് പറയുന്നത്. ആ നിയമസംഹിതയല്ല അതിന്റെ തത്വം. അങ്ങനെ എഴുതാനുള്ള തത്വം അതല്ല, മറിച്ച് അങ്ങനെ എഴുതാനുള്ള കാരണം വിശാലമായ ഒരു അർത്ഥതലങ്ങളിലേക്കാണ് അത് നമ്മെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇങ്ങനെ നിയമങ്ങൾ വെച്ചപ്പോ എന്ത് ചെയ്തു?
അതിൻ്റെ വിശപ്പിന് വിശാലതയെ തകർത്ത് കളയാണ് ചെയ്തത്. ഇത്രയൊക്കെ പ്രയാസകരമായിട്ട് എന്തിനാണ് ഒരു മുസ്ഹഫ് ഒരു ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ചിലപ്പോൾ ചില സഹോദരങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോൾ. സത്യത്തിൽ ഇത് അങ്ങനെ ഖാസ് തന്നെയാണ്. ഇത് ആമല്ല, ഇത് പൊതുവല്ല, പ്രൈവറ്റ് തന്നെയാണ്. അറബിലതിന് തഹസ്സുസ് തഅമ്മും എന്നാ പറയാ. ആമല്ല, പൊതുവല്ല, പബ്ലിക് അല്ല എന്നർത്ഥം. ഇത് എല്ലാവർക്കും മനസ്സിലാവൂല എന്നർത്ഥം. അങ്ങനെ ആളുകൾ ആ രീതിയിലുള്ള ആളുകൾ തന്നെ കേട്ടാലും മതി എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇത്തരം ഭാഷാ ക്ലാസ്സുകൾ. മറ്റുള്ള ആശയം മനസ്സിലാക്കാനാണെങ്കിൽ എൻ്റെ ഖുർആൻ ക്ലാസ്സുകൾ 2-3 പ്രാവശ്യം കേട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ മതി. ഇത് ആ തലത്തിൽ ക്ലാസ് വേണം എന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ കമന്റിലൂടെ 1-2 സഹോദരങ്ങൾ ആവശ്യപ്പെട്ടു. നേരിട്ട് വിളിച്ച് 2 സഹോദരങ്ങൾ ആവശ്യപ്പെട്ടു. ഭാഷാ ക്ലാസ് ഇപ്പൊ എന്താ കാണാത്തത്? ഇതൊക്കെ അതുകൊണ്ടാണത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഒരു അലിഫുൽ ഹൻജരിയ, കത്തി പോലെ ഇങ്ങനെ നിർത്തണ അലിഫ് എന്നാണ് അതിന് പറയാം. എന്നിട്ട് അതിനെ മഹദൂഫ്, അതിനവിടെ നിന്ന് കളയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം എന്നാണ്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ വന്ന ഒരു അധ്യായം വന്നാസിഹാത്തി വർക്കൻ വന്നാഷിത്താത്തി നഷ്തൻ വസാബിഹാത്തി സബൻ ഫസാബിഖാത്തി സബുക്കം ഫൽമുദബിറാത്തി അമ്ര എന്നൊക്കെ പറയുന്നതിൽ വന്നാസിഹാത്തി എന്ന് എഴുതുമ്പോൾ നാ എന്നുള്ളതിൻ്റെ മുകളിലേക്ക് നീട്ടാനില്ല, അവിടെ ഒരു വര ഇടുക ചെയ്യുള്ളൂ. പക്ഷെ അത് ആ അലിഫുൽ ഹൻജരിയ എന്നൊരു കത്തി പോലെ അവിടെ നീട്ടിയിടുകയാണ്. സത്യത്തിൽ അവിടെ വേണ്ടത്. എന്നിട്ട് പറയണ അലിഫ് അവിടെ നീട്ടാനില്ല എന്ന് പറയണ്ട. അതുപോലെ തന്നെ വന്നാസിഹാത്തി വർക്ക് വന്നാഷിത്താത്തി എന്ന് പറയുന്നിടത്തും ശരിയായ എഴുത്തില് വന്ന എന്ന് പറഞ്ഞ നൂനിന് ശേഷം അലിഫില്ല. പിന്നെ അവിടെ അത് മഹദൂഫാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുകളിലേക്ക് ഒരു കത്തി പോലത്തെ ഒരു അലിഫ് അവിടെ ഇട്ട് അതാണ് ഒരു സഹോദരൻ എപ്പോഴോ ചോദിച്ചു, ഞാൻ അവിടെ അലിഫില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ അലിഫ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. അത് ഈ വെറുതെ ഇങ്ങനെ നീട്ടി എഴുതിയതാണ്. അത് വലിയൊരു ആശയത്തെയാണ് ഇപ്പൊ ഹല്ലാക്ക് എന്നെഴുതുമ്പോ ഖാലിക്ക് എന്നെഴുതുമ്പോ, ഹല്ലാക്ക് എന്നല്ല ഖാലിക്ക് എന്നെഴുതുമ്പോ ശരിക്കും എഴുതുമ്പോ ഖലിക്ക് എന്നാണ് അതിന്റെ എഴുത്ത്. അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്നുള്ളത് പിന്നെ ഞാൻ വിശദീകരിക്കുള്ളൂ. ഇപ്പൊ ആ തത്വം മാത്രമേ പറയുന്നുള്ളൂ. ഖലിക്ക് ഇപ്പൊ ഖിയാമത്ത് എന്ന് യൗമുൽ ഖിയാമ എന്നൊക്കെ എഴുതുമ്പോ ഖിയാമ എന്ന് പറയുന്ന യാഇന് ശേഷം അലിഫില്ല. കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ ഖിയാമ എന്ന് എഴുതുമ്പോഴും അലിഫിട്ട് ഖിയാമ എന്ന് എഴുതുമ്പോഴും ആ ആശയത്തെ തകർക്കാനുള്ള ഈ അലിഫുൽ ഹൻജരി തന്നെയാണ്. അത് സത്യത്തിൽ ഖുർആാനിന്റെ നെസ്സിനുള്ള, ഖുർആന്റെ നെസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. നെസ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റാണ്. ഖുർആൻ എന്ന ഈ ടെക്സ്റ്റിനോട് കാണിച്ച കത്തി തന്നെയാണ് സത്യത. എങ്ങനെയാണ് അതിനങ്ങനെ പേരിട്ടതെന്ന് എനിക്കറിയില്ല. ആ അലിഫുൽ ഹൻജരിയ എന്ന് പറയുന്നത് നിങ്ങൾ വിക്കിപീഡിയ അടിച്ച് നോക്കിയാൽ അലിഫുൽ ഹൻജരിയ നോക്കിയാൽ അറിയാം. അത് കത്തി തന്നെയാണ് സത്യത്തിൽ. നെസ്സിന്റെ കടക്കൽ വെച്ച കത്തി തന്നെയാണ് സത്യത്തിൽ അത്. ഇപ്പൊ ഇലാഹുക്കും എന്ന് എഴുതുമ്പോ ഈ അലിഫ് ലാമ് ഹ ആണ്, അതിന്റെ ഇടയിൽ അലിഫില്ല. ഇലാഹുക്കും അൽഹാക്കും മുത്തക്കാസുർ എന്നൊക്കെ എഴുതുന്ന ആ ഇലാഹുക്കും എന്ന് തന്നെയാണത്. നമ്മൾ അങ്ങനെ വായിച്ചങ്ങനെ പോന്നതാണത്. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഭാഷാ ക്ലാസ് പോലെ അല്ലട്ടോ, കുറച്ച് പ്രയാസമാണ്. ഇലാഹുക്കും എന്ന് പിന്നെ നമ്മളത് പിന്നീട് എങ്ങനെ എഴുതി നോക്കും. പിന്നീട് ശരിക്കുള്ളതിലില്ല. നിങ്ങൾ സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്യണ ഖുർആനിൽ നോക്കുക, ഇലാഹുക്കും എന്നില്ലെന്ന് ഈ ലാ കഴിഞ്ഞാൽ പിന്നെ ഹ ആണ്. നേരെ മറിച്ച് നമ്മളൊക്കെ ഇവിടുന്നൊക്കെ പ്രിന്റ് ചെയ്യണതാണെങ്കിൽ ഇലാ എന്ന് പറയുന്ന ലാമിന് ശേഷം ഹക്കും എന്നുള്ളത് വേറെയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാഹിർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സീനിന് ശേഷം അലിഫ് ഉണ്ട് തോന്നും. ഇല്ല, ശരിയായ എഴുത്തിലില്ല, സാഹിർ എന്നില്ല. നമ്മൾ ജാലവിദ്യക്കാരെന്ന് പറയുന്ന അർത്ഥം ഉണ്ടല്ലോ. അതുപോലെ തന്നെ അസർ, അതിനെഴുതുമ്പോ ആസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ യാ മൂസ എന്ന് വിളിക്കുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ യാ മൂസ എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാ തോന്നണത്? യാന്ന് ഇട്ടിട്ട് യാക്ക് ശേഷം ഒരു അലിഫ് മുകളിലേക്ക്, ഒരു അലിഫുൽ ഹൻജരിയ നിങ്ങളെ മനസ്സിലില്ലേ? പക്ഷെ സത്യത്തില് യഥാർത്ഥ എഴുത്തിൽ യാ മൂസ എന്ന് പറഞ്ഞാൽ യാ മാത്രമേ ഉള്ളൂ. പിന്നെ മൂസ അതിനോട് ചേർത്ത് എഴുതിക്കുക. മറ്റങ്ങനെയല്ല.
യാന്ന് മുകളിലേക്ക് ഇട്ടിട്ട് ആ അക്ഷരം വേറെ നിർത്തിയിട്ട് മൂസ എന്നുള്ളത് വേറെ. യാ റബ്ബി എന്ന് അതുപോലെ തന്നെ യാ റബ്ബി. യാ എന്നുള്ളത് പിന്നെ യാവും റബ്ബും ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മളൊക്കെ ശരിക്കും എന്റെയൊക്കെ കാഴ്ചപ്പാട് യാ റബ്ബി, പെട്ടെന്ന് ഇപ്പൊ വരെ ഞാൻ എഴുതുകയാണെങ്കിൽ യാ റബ്ബി എന്ന് എഴുതും, യാ നിന്നിട്ടിട്ട് മുകളിലേക്ക് യാ എന്ന് എഴുതും, കിട്ടും റബ്ബി എന്ന് വേറെ എഴുതും. ശരിക്കും യാ റബ്ബി എന്ന് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. സമവാത്ത് സമാവാത്തി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? നമുക്ക് തോന്നുന്നത് സമവാത്ത് എന്നുമ്പോ വാവിന് ശേഷം ഒരു അലിഫ് ഉണ്ട് എന്നല്ലേ. അതുപോലെ തന്നെ സ്വലാത്ത് എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണത്? ഇപ്പൊ എന്റെ സഹോദരങ്ങളോടൊപ്പം ഞാൻ സ്വലാത്ത് എന്ന് എഴുതുമ്പോ നിങ്ങളിപ്പോ എങ്ങനെ നിങ്ങളെ മനസ്സിൽ വരുന്നത്? സ്വാദ് ലാമ് അലിഫ് താഗ് എന്നല്ലേ. എന്നാ അങ്ങനെയല്ല. സ്വാദ് ലാമ് വാവ് താ ആണ്. അതിന്റെ ഇടയിൽ ഒരു അലിഫൊന്നുമില്ല, വാവേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് ഇപ്പൊ സുലാസ് ഫൊങ്കിഹു മാ താബലക്കും മിനന്നിസായി മസിന വ സുലാസ എന്നുള്ളത്. സുലാസ എന്ന് ഇപ്പൊ എങ്ങനെ എന്റെ സഹോദരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? എങ്ങനെ സുലാസ എന്ന് ഇപ്പൊ എങ്ങനെ കടന്നു പോണത്? സാ ഇടുക, ലാമിടുക, പിന്നെ ഒരു അലിഫ് ഇടുക, പിന്നെ സാ ഇടുക എന്നല്ലേ. എന്നാ സ ലാ സാ എന്നേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഒരു അലിഫില്ല. നിങ്ങൾ ഞാൻ ഈ പറയണത് വെറുതെ ആണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. എവിടുന്നെങ്കിലും പ്രിന്റ് ചെയ്യണ മുസ്തഹഫ് എടുത്ത് നോക്കിയിട്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ എന്ന് എന്നോട് പറയരുത്. ഞാനതിന്റെ ശരിയായ പിന്നെ പ്രിന്റിങ്ങും അതിന്റെ വായനയിലുമാണ്, ഞാൻ എഴുത്തിലുമാണ് ഈ പറയുന്നത്, റസ്മിലുമാണ് ഈ പറയുന്നത് കേട്ടോ. സുലസ് എന്ന സാ ലാമ് സാ. അതുപോലെ തന്നെ റുബാ എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? റുബാ എന്ന് പറയണത് എങ്ങനെയാണ്? ഞാനിപ്പോ ബാഗിന് ശേഷം ഒരു അലിഫില്ലേ ഉണ്ട്. ഇങ്ങനെ ഇത് പറയണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകും, ഒരുപാട് പറയാനുണ്ട്. റഹ്മത്ത്, മഹദൂദത്ത്, ജന്നാത്ത് എന്ന് എഴുതുമ്പോ ഇപ്പൊ എങ്ങനെ നമ്മൾക്ക് എങ്ങനെ തോന്നുന്നത്? ജന്നാത്തി അതിനെന്ന് പറഞ്ഞാൽ നൂനിന് ശേഷം ഒരു അലിഫ് ഉണ്ടാവും. അങ്ങനെയാണ് ജന്നാത്ത് എന്ന് എഴുതുക എന്നല്ലേ നമുക്ക്. പക്ഷെ ഇല്ല, ഈ അലിഫുൽ ഹഞ്ചരിയ എന്ന് പറയുന്ന, ഹഞ്ചർ എന്ന് പറഞ്ഞാൽ കത്തി എന്നാണ് അതിന്റെ അർത്ഥം. സത്യത്തിൽ അതൊരു കത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിരവധി, ഇപ്പൊ ഞാനൊരു 5-6 ഉദാഹരണങ്ങളെ 5, 6, 7 പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 10ഓളം പറഞ്ഞിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല, നിരവധിയാണ് അത്തരം പ്രയോഗങ്ങൾ ഖുർആനിൽ. ഖിയമ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നെ മൂല്യം, മൂല്യമാണ് അതിന്റെ ഉദ്ദേശം. അത് ഓരോന്നും ഞാൻ ആ തലങ്ങളിൽ വരുമ്പോൾ ആ വചനങ്ങളുടെ വിശദീകരണങ്ങളിൽ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ക്ലാസ്സുകൾ വിശദീകരിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനെ ലിസാന് എന്നുള്ളതിനെ നമ്മൾ ലുഗത്താക്കുകയാണ് അതാണ് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ട് എന്താണ് അവർ അതിന് പറയണത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാത്തിനിൽ, അതിന്റെ ആന്തരികമായ ആശയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. സത്യത്തിൽ ആന്തരികമായ ആശയങ്ങളിലേക്ക് നമ്മെ എത്തിക്കുകയല്ല ചെയ്തത്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അതാണ് അഹ്സന തഫ്സീർ എന്നുള്ളത്. ഖുർആൻ പറയുന്നത് അതാണ്. ഏറ്റവും നല്ല തഫ്സീർ ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയുന്നത് അതാണ്. ജീനാബിക അഹ്സനു തഫ്സീറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കി ഞാൻ വിശദീകരിച്ചത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ലിസാനുൻ അറബിയൻ മുബീനിനെ നമ്മൾ ലുഗത്താക്കുകയും അതിന് കവായിദുകൾ വെക്കുകയും അതിന് നഹ്വും സർഫുകൾ വെക്കുകയും അതിന്റെ അലിഫുൻ ഖഞ്ചരിയ എന്ന് പറയുന്ന ചില നിയമങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇത് വിശദീകരിക്കാനുണ്ട്. ഞാൻ സൂചനയെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതേ ബേസ് ഇട്ട് പറയാൻ തന്നെ 1-2 ക്ലാസ്സും കൂടിയും വേണം. അതിട്ട ശേഷമാണ് ഇതിന്റെ ഓരോന്നിന്റെയും വിശദീകരണം വരിക. എന്തുകൊണ്ട് ഖിയാമ എന്നാണ് ശരി? എന്തുകൊണ്ട് യാന് ശേഷം അലിഫ് വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെയൊക്കെ ആശയപരമായ, അതിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വിശദീകരണങ്ങൾ പിന്നീട് വരും. അപ്പൊ ഇതൊന്ന് ഉറപ്പിക്കുക ആദ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാം.